വെൽക്കം ടു വെൽ ഫോക്കസ്. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന പോർഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ ഞാൻ പറയാം. ഇന്നലെ നമ്മൾ എന്ത് പഠിച്ചു? ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ചു. ഫസ്റ്റ് ക്ലാസ്സിലും തിയറി എക്സെപ്റ്റ് ഒക്കെ പറഞ്ഞു. സെക്കൻഡ് ക്ലാസ്സിൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ കുറിച്ച് പറഞ്ഞു തന്നു. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് എന്നറിയാം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് തന്നെയാണ്. സോ കംസ് ഡെഫിനിഷൻ ആറും കാർട്ടൂൺ ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് എൻ അക്കൗണ്ട് ഇൻ വിച്ച് ഓൾ ഗെയിൻസ് ആൻഡ് ലോസസ് ആർ കളക്റ്റഡ് ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ എക്സസ് ഓഫ് ദ ഗെയിൻസ് ഓഫ് ദ ലോസസ് ആൻഡ് വൈസ് വേഴ്സ. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഗെയിൻസും ലോസസും നമ്മൾ കളക്ട് ചെയ്യും. എന്ത് വേണ്ടിയിട്ടാണ്? ഗെയിൻസിൻ്റെ മുകളിൽ ലോസസ് വന്നിട്ടുണ്ടോ, ഈ ലോസിൻ്റെ മുകളിലാണോ ഗെയിൻസ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇഫ് ദ ഗെയിൻസ് എക്സീഡ് ദ ലോസസ് ദ എക്സസ് ഇസ് കോൾഡ് നെറ്റ് പ്രോഫിറ്റ്. ഗെയിൻസ് ആണ് ലോസിനേക്കാൾ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ആ ഒരു എക്സസിനെ അല്ലെങ്കിൽ ആ ഡിഫറൻസിനെ നമ്മൾ എന്ത് പറയും? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ ലോസസ് ആണ് കൂടുതൽ, ഗെയിൻസ് കമ്മിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ലോസ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? അതെന്തായിരിക്കും? ലോസ് ആയിരിക്കും, നെറ്റ് ലോസ് എന്ന് നമ്മളതിന് പറയും. ദെൻ അമേരിക്കൻ അക്കൗണ്ടൻസ് കോൾ ദിസ് അക്കൗണ്ട് ആസ് എ ലോസ് ആൻഡ് ഗെയിൻ അക്കൗണ്ട് and such term is undoubtedly a more correct designation. അമേരിക്കൻ അക്കൗണ്ടൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലോസ് ആൻഡ് ഗെയിൻ അക്കൗണ്ട് എന്നും പറയാറുണ്ട്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന കുറച്ച് ഐറ്റംസ് പറയാം. മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസസ്, ദാറ്റ് ഈസ് മെയിൻലി റിലേറ്റഡ് ടു പർച്ചേസസ് അല്ലെങ്കിൽ ഇൻവേർട്സ് എന്ന് പറയുന്ന എക്സ്പെൻസസ് ഒക്കെ നമ്മൾ എവിടെ കാണിച്ചു? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ചു. ഡയറക്റ്റ് ഇൻകംസ് നമ്മളിവിടെ കാണിച്ചു, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മുടെ സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെടുന്ന സെല്ലിംഗ് എക്സ്പെൻസസ് ആണ് കാണിക്കുക. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് നമ്മൾ എന്ത് കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഡോക്ക് ചാർജസ്, ഡ്യൂട്ടി, ഫ്രൈറ്റ്, ക്യാരേജ്, കാർട്ടിംഗ്. As mentioned when dealing with the trading account, all outward charges in connection with such items are debited to profit and loss because they are selling expense. അതായത് ഈ പറഞ്ഞ ഈ ഒരു ചാർജസ് നമ്മൾ ഓൾറെഡി ഇന്നലെ പണ്ടുകൊണ്ട് എന്താണ് ചാർജസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഓൾ ഔട്ട്വേർഡ് ചാർജസ് എന്ത് നമ്മൾ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ബിക്കോസ് ഇത് എന്താണ്? സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. The next item, rent. This is the money payment in return for the use of business premises. Rent of factories, as previously mentioned, sometimes debited to trading account and sometimes to profit and loss. Two rent accounts should be opened whenever and part of the premise is sublet or whenever rent is received for the property owned by the firm. The object of this is to show the actual gain and loss by rent. റെൻ്റ് എന്താണ്? നമ്മൾ ബിസിനസ്സിൻ്റെ പ്രിമൈസ് നമ്മൾ വേറെ എന്താണ് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അതിന് റിട്ടേണായി കിട്ടുന്ന മണി പേയ്മെൻറ്റാണ് റെൻ്റ്. റെൻ്റ് ഓഫ് ഫാക്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ റെൻ്റ് ഓഫ് ഫാക്ടറി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അത് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ റെൻ്റ് ഓഫ് സംടൈംസ് എന്താണ് നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഡെബിറ്റ്, പൊതുവെ റെൻ്റ് ഓഫ് ഫാക്ടറി ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക. Then two rent accounts should be opened whenever a part of the premise sublet or whenever rent is received for any property owned by the firm. രണ്ട് റെൻ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എങ്ങനെ? ഒരു പാർട്ട് ഓഫ് പ്രൈസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫേം ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി നമ്മൾ റിസീവ് ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ രണ്ട് റെൻ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്? ദിസ് ഇസ് ടു ഷോ ദ ആക്ച്വൽ ഗെയിൻ ആൻഡ് ലോസ് ബൈ റെൻറ്റ്. റെൻ്റ് പ്രകാരം നമുക്ക് ആക്ച്വൽ അതിൻ്റെ ഗെയിൻ എന്നാൽ ലോസ് എന്ന് മനസ്സിലാക്കണം. രണ്ടിനും രണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഇഫ് ദ റെൻറ്റ് റിസീവബിൾ ഇസ് ക്രെഡിറ്റഡ് ടു റെൻറ്റ് പേയബിൾ അക്കൗണ്ട്, ദ ബാലൻസ് ഓഫ് അക്കൗണ്ട് കൺവേസ് എ ഫാൾസ് ഇംപ്രഷൻ. ദാറ്റ് ഈസ് ദ റെൻറ്റ് പേയബിൾ ഇസ് ലോവർ ദാൻ ഇറ്റ് റിയലി ഈസ്. ആൻഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദ ഇൻകം റിസീവ്ഡ് ഫ്രം റെൻറ്റ് ഇസ് എൻ്റയർലി ലോസ് ഐറ്റം. ഓക്കെ, ഇനി ഗ്രൗണ്ട് റെൻറ്റ് ഇസ് ദ റെൻറ്റ് പേയബിൾ ടു ദ ഗ്രൗണ്ട് ലാൻഡ് ഫോർ ദി യൂസ് ഓഫ് ദ ലാൻഡ് ഓൺ വിച്ച് ദ ബിൽഡിംഗ് ഹാവ് ബീൻ എറക്റ്റഡ്. ഗ്രൗണ്ട് റെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ട് ലാൻഡ് ലോണിന് കൊടുക്കുന്ന റെൻറ്റാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ലാൻഡ് മൂലമാണ് ബിൽഡിങ് നമ്മളുടെ യൂസിന് വേണ്ടി ബിൽഡിങ് എറക്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അതിന് കൊടുക്കുന്ന റെൻറ്റാണ് ഗ്രൗണ്ട് റെൻറ്റ്. Income tax must be deducted from each payment of ground rent. The amount of the tax deducted may conveniently debited to account to which the ground rent has been posted.
ആൻഡ് പ്രൊഡക്റ്റഡ് ദ അക്കൗണ്ട് കമ്മീഷണേഴ്സ് ഓഫ് ഇൻലാൻഡ് റവന്യൂ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ തന്നെ മനസ്സിലാവുന്നതല്ലേ. The amounts paid for income tax schedule would be debited to this account and the balance would taken to profit and loss account. Balance ഓടെ കാണിക്കണം, profit and loss account കാണിക്കണം. Then their commissioners of inland revenue would be shown on the liability side. അതെന്താ ലയബിലിറ്റി ആണല്ലേ, അപ്പോൾ അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഗ്രൗണ്ട് റെന്റ് ഓഫ് മാനുഫാക്ചറിങ് പ്രൊമൈസ്, റെന്റ് ഓഫ് ഫാക്ടറി സംടൈംസ് ചാർജ് ട്രേഡിംഗ് അക്കൗണ്ട്. മാനുഫാക്ചറിങ് പ്രൊമൈസിന് ഗ്രൗണ്ട് റെന്റ്, അതുപോലെ ഫാക്ടറിൻ്റെ റെൻറ്റ് നമ്മൾ സംടൈംസ് എവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഈ നെക്സ്റ്റ് ഐറ്റം റേറ്റ്സ് ആൻഡ് ടാക്സസ്. ദീസ് ആർ ദ സംസ് ലെവീഡ്. റേറ്റ്സ് ആൻഡ് ടാക്സസ് ആണ് അടുത്ത ഐറ്റം. These are sums levied by municipal bodies or also by the government for the purpose of different public expenditure. They come as general district rate etc. നമുക്കറിയാം മുനിസിപ്പൽ ബോഡീസും ഗവൺമെൻറ്റൊക്കെ ലെവി ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ റേറ്റ്സ് ആൻഡ് ടാക്സസ് എന്ന് പറയുന്നത്. ഇത് എന്താണ്, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റിന് ഇതിന് നമ്മൾ ചാർജ് ചെയ്യുക. ഓക്കെ, ദെൻ സാലറീസ്. This item denote the weekly or monthly remuneration of the employees of the firm in return for their service. അവരുടെ സർവീസിന് റിട്ടേൺ കിട്ടുന്ന റെമ്യൂണറേഷനാണ് സാലറീസ്. ഇതെന്താണ്, വീക്ക്ലി ആയിരിക്കാം, മന്ത്ലി ആയിരിക്കാം. സോ പ്രൊഡക്റ്റീവ് സാലറീസ് ഷുഡ് ബി ചാർജ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഞാൻ ഇന്നലെ എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്താ പ്രൊഡക്റ്റീവ് ചാർജസ് എന്നുള്ളതല്ലേ, അതായത് മാനുഫാക്ചറിങ് പ്രോസസ്സിന് റിലേറ്റ് ചെയ്ത് വരുന്ന സാലറീസൊക്കെ എന്താണ് പ്രൊഡക്റ്റീവാണ്, അത് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും അഥവാ ഡെബിറ്റ് ചെയ്യും. For the business is divided into department, there is generally similar subdivisions of the salaries. Sometimes the division is into office, travelers, management, salaries. അങ്ങനെ കുറേ സബ്ഡിവിഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പാർട്ട്ണർ സാലറി ഷുഡ് ബി ഡീൽ വിത്ത് സെപ്പറേറ്റ്ലി. പാർട്ട്ണർ സാലറി നമ്മൾ സെപ്പറേറ്റ്ലി ഡീൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ആസ് ദി റിക്വസ്റ്റ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് വെൻ പ്രിപ്പയറിംഗ് ദ ഫേംസ് അക്കൗണ്ട് ഫോർ ഇൻകം ടാക്സ് അസസ്മെൻറ്റ്. അതായത് ഇൻകം ടാക്സ് അസസ്മെൻറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പാർട്ട്ണർ സാലറി അക്കൗണ്ട് വളരെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പ്രൊഡക്റ്റീവ് സാലറീസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അതേസമയം സാലറീസ് എന്ന് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യണം. Salaries and wages, unless there is something to indicate the contrary, this item of expenditures regarded as selling expense and debited to profit and loss account. Salaries and wages എന്ന് തന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് സെല്ലിംഗ് എക്സ്പെൻസായി കണക്കാക്കിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യും. If wages are grouped with salaries, the former are considered to be non-productive or unremunerative wages. Wages സാലറീസുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വേജസ് നോൺ പ്രൊഡക്റ്റീവ് ആണെന്നും അൺറെമ്യൂണറേറ്റീവ് എന്നും നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ salary and wages far from uniform. Some account distinguished by the kind of work done. Shall accounts by the kind of work done അങ്ങനെ പണ്ട് സാലറിയും വേജിനും ഡിസ്റ്റിങ്ഷ് ചെയ്ത് കാണിക്കാറുണ്ട്. പേയ്മെൻറ്റ് ഫോർ എ വർക്ക് ഓഫ് മെക്കാനിക്കൽ നാച്ചർ ടേംഡ് ഓഫ് വേജസ്. അതായത് ഒരു മെക്കാനിക്കൽ നാച്ചുറൽ വർക്കിൻ്റെ പേയ്മെൻറ്റ് വേജസ് ആയിട്ടും ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് നാച്ചുറിൻ്റെ വർക്കുള്ള പേയ്മെൻറ്റ് സാലറീസ് ആയിട്ടും ചില അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ കുറേ അക്കൗണ്ട്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ബൈ ദ പീരീഡ് ഓഫ് ടൈം കവേർഡ് ബൈ അതായത് ഓരോന്നിനും എത്ര ടൈം എടുക്കുന്നു എന്നതിൻ്റെ ബേസിൽ സാലറി ആണോ വേജ് ആണോ എന്ന് നോക്കാറുണ്ട്. ബൈ ദ പേയ്മെൻറ്റ് hourly, daily, weekly rates of pay are called wages. Nearly sums payable half-yearly, quarterly or monthly termed as salaries. Again, there are other accounts with whom the criterion is amount of the payment. To such a small weekly sum denotes a wage and large weekly or monthly sum represents a salary. Okay, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്ന ഐറ്റമാണ് ഡിസ്കൗണ്ട്. ദിസ് ഐറ്റം റിപ്രസെൻറ്റ്സ് ദ ക്യാഷ് അലവൻസസ് മെയ്ഡ് വെൻ അക്കൗണ്ട്സ് സെറ്റിൽഡ്. അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് അലവൻസസിനെയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ക്യാഷ് അലവൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് അലൗഡ് ആർ ലോസ്
ആൻഡ് മസ്റ്റ് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡിസ്കൗണ്ട് അലൗഡ്, നമ്മൾ ഒരാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്, അതെന്താണ് ലോസാണ്, അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് റിസിപ്റ്റ്, നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് കിട്ടുകയാണ്, നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്നു, സോ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു, അതെന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗെയിനാണ്. ഗെയിൻ ഇവിടെ കാണിക്കണം ക്രെഡിറ്റ് സൈഡിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ദി ടേം ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ് ആൻഡ് ഡിസ്കൗണ്ട് സെയിൽസ് ആർ ആൾസോ ഇൻ കോമൺ യൂസ്. ദി യൂഷ്വലി ഡിനോട്ട് ദി ക്യാഷ് ഡിസ്കൗണ്ട് മെൻഷൻഡ് അബോവ്. ക്യാഷ് ഡിസ്കൗണ്ട് ആണ് കേട്ടോ അത് സൂചിപ്പിക്കുന്നത്. Students are often tempted to show such discount in the trading account as deduction from the purchase and sales respectively. അതായത് ചിലപ്പോൾ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാണിക്കാറുണ്ട്. അത് മീൻസ് അതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആംബിഗ്യൂറ്റി കാരണം അങ്ങനെ സംഭവിക്കുന്നത്. ഡിസ്കൗണ്ട് അലൗഡ് റിസീവ്ഡും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. A purchase or sale may subject to both trade and cash discount, and unless the discount on such purchase or sale is labeled cash or trade, it is possible to state definitely what it really is. അപ്പോൾ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ ഡിസ്കൗണ്ട് പ്രത്യേകിച്ച് ഏതാന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നമ്മൾ സെയിൽസ് ഓഫ് ഡിസ്കൗണ്ട് റഫ് കാൽക്കുലേഷൻ കിട്ടില്ലേ, സോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഡിസ്കൗണ്ട്സിന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. But generally, the student should, if he puts such discount into the trading account, guard himself with a brief note explaining that such discount have been assumed to be trade discounts. അപ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു പ്രോപ്പർ നോട്ട് കൊടുക്കുക കേട്ടോ. ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് അസൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് കൊടുത്താൽ മതി. സിൻസ് ട്രേഡ് ഡിസ്കൗണ്ട് ഇസ് യൂഷ്വലി ഡിഡക്റ്റഡ് ഫ്രം സെയിൽസ് ആൻഡ് പർച്ചേസ് ബിഫോർ ദി ആർ എൻറ്റേർഡ് ഇൻ ദ ബുക്സ്. അതായത് നമ്മൾ ബുക്സോട് എൻ്റർ ചെയ്യുന്ന മുന്നേ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ഡിഡക്റ്റ് ചെയ്ത് നമ്മൾ എൻറ്റർ ചെയ്യുക. ക്യാഷ് ഡിസ്കൗണ്ട് ആണ് നമ്മൾ ബുക്സിലോട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എനി ഡിസ്കൗണ്ട് മസ്റ്റ് ബി അസ്യൂമഡ് ടു ബി ക്യാഷ് ഡിസ്കൗണ്ട്. Some account prefer the term discount receivable and discount payable to any of the foregoing terms. Again, other account adopt the term discount on purchases and discount sales to not cash discount, but debit the discount on sales to trade account and credit the discount on purchase to profit and loss. Okay, അതായത് സെയിൽ ചെയ്യുമ്പോഴുള്ള ഡിസ്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് കൊടുക്കുക. ദെൻ പർച്ചേസസിൽ കിട്ടുന്ന ഡിസ്കൗണ്ട് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. മെയിനായിട്ടുള്ള ഇത്രയും നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെയിൻ ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ളത് നമ്മൾ എന്താണ്, നമ്മളത് കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. ഞാൻ ആ പ്രോപ്പർ നോട്ട് നിങ്ങൾക്ക് തന്നു എന്നുള്ളത് നിങ്ങൾക്ക് വായിക്കുന്നവർക്ക് വായിക്കാം, ഇത്രയൊന്നും മനസ്സിലാക്കാനില്ല എന്നുള്ളതാണ് കേട്ടോ. ഇൻട്രസ്റ്റ്, ദ ടേം കംപ്രൈസ് ഇൻട്രസ്റ്റ് ചാർജ് ഓൺ ഓവർ ഡ്യൂ അക്കൗണ്ട്സ്. ഓവർ ഡ്യൂ അക്കൗണ്ട്സിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും, ഓവർ ഡ്രാഫ്റ്റിൽ ചാർജ് ചെയ്യും, ബിൽസിൽ ചാർജ് ചെയ്യും, കറണ്ട് അക്കൗണ്ടിൽ ചാർജ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ് നിങ്ങൾ ഡീൽ വിത്ത് അപ്പാർട്ട് ഫ്രം ദ ജനറൽ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഡ്രോയിങ്സും എന്തല്ല, ജനറൽ ഇൻട്രസ്റ്റ് അല്ല കേട്ടോ. ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ്. ഇൻകം ടാക്സ് റിട്ടേൺസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഡ്രോയിങ്സ് നമ്മൾ ജനറൽ ഇൻട്രസ്റ്റിന് മാറിയാണ് നമ്മൾ കൊടുക്കുന്നത്. വെൻ ഇൻട്രസ്റ്റ് ഹാസ് ബീൻ പെയ്ഡ് ഓൺ ലോസ് ലൈക്ക് ടാക്സ്, ദ ടാക്സ് ഷുഡ് ബി ആഡഡ് ആൻഡ് ട്രീറ്റഡ് ഇൻ ദ സെയിം വേ ആസ് മെൻഷൻ അണ്ടർ ദ ഗ്രൗണ്ട് റെൻറ്റ്. ഗ്രൗണ്ട് റെൻറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തു, ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് പേ ചെയ്തു, പ്ലസ് ടാക്സ് എമ്മയ്ക്ക് പേ ചെയ്തെന്ന് വെച്ചാൽ ആ ടാക്സ് കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാവ് ബീൻ received less but no adjustment will be necessary. Interest is usually divided into two account. ഇൻട്രസ്റ്റ് രണ്ട് അക്കൗണ്ടാണ് യൂഷ്വലി കാണിക്കാറുള്ളത്, ഇൻട്രസ്റ്റ് റിസീവബിളും ഇൻട്രസ്റ്റ് പേയബിളുമാണ്. ആൻഡ് ബോത്ത് എമൗണ്ട് ഷുഡ് ബി ക്യാരിഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ രണ്ട് ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുക. ഇൻട്രസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് നമുക്ക് റിസീവ്ഡ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. Commission, while carrying on business for itself, the firm also to work for other firms for which of course it charges a commission. അതായത് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ മറ്റ് ഫേംസിന് വേണ്ടി എന്ത് ചെയ്യും, കുറച്ച് വർക്ക് ചെയ്യും, അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കമ്മീഷൻ ചാർജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് ഒരു മെയിൻ കൺസൈൻമെൻറ്റ് ഇൻ വാട്ട് ദ ഫേം മേ ലൈക്ക് വൈസ് എംപ്ലോയി ഏജൻറ്റ് ടു സെൽ ദ ഫേം ഗുഡ്സ് ആൻഡ് സച്ച് കേസസ് വുഡ് ഹാവ് ടു പേ കമ്മീഷൻ. അതായത് ഫേം എന്ത് ചെയ്യും, കുറച്ച് ഏജൻസിനെ അവരുടെ ഗുഡ്സ് സെൽ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കും. അപ്പോൾ എന്താണ് അവരെന്ത് ചെയ്യും, അവർ അതിന് വേണ്ടി കമ്മീഷൻ അവർക്ക് പേ ചെയ്യണം.
Two accounts are usually kept for commission receivable and commission payable respectively. അപ്പോൾ കമ്മീഷൻ ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലായി. കമ്മീഷൻ റിസീവ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. കമ്മീഷൻ പെയ്ഡ് ആണെങ്കിൽ എന്ത് കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ആസ് എ ലോസ് എന്ന രീതിയിൽ കാണിക്കണം. ഇൻഷുറൻസ്, ദ ടേം ഇൻക്ലൂഡ് ഓൾ ആനുവൽ പ്രീമിയം പേബിൾ ടു ഇൻഷുറൻസ് കമ്പനീസ് ഫോർ ഇൻഡെംനിറ്റി. ഇൻഷുറൻസ് പ്രീമിയം പേയ്മെൻറ്റ് ചെയ്യുന്നതിനാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഇൻഡെംനിഫൈ ചെയ്യാൻ വേണ്ടത് നമ്മൾ ഇൻഷുറൻസ് പേ ചെയ്യുക. ഇൻ ദ കേസ് ഓഫ് ലോസ് ഓഫ് ഗുഡ്സ്, പ്രോപ്പർട്ടി ഫോർ ഫയർ, ബൾഗറി, തെഫ്റ്റ്, ഫ്ലഡ്, അങ്ങനെയൊക്കെ ഗുഡ്സ് ലോസ് ആകുമ്പോൾ അപ്പോൾ അത് ഇൻഡെംനിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യും. ഇൻ കേസ് ഓഫ് ബ്രേക്കേജ് ഓഫ് ദ പ്ലേറ്റ് ഗ്ലാസ് വിൻഡോസ്, ഇൻ കേസ് ഓഫ് ഡാമേജസ് അവോർഡഡ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എംപ്ലോയീസിൻ്റെ അല്ലേ, the wages account and salaries account being debited and health insurance account credited with the weekly insurance contribution deducted from the wages and salaries of the staffിൻ്റെ wages and salariesന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. ഇൻഷുറൻസ് ബീങ് എ ലോസ് ഇസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻഷുറൻസ് ഒരു ലോസ് ആണ് അല്ലെങ്കിൽ എന്താണ് ഒരു എക്സ്പെൻസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ബാങ്ക് ചാർജസ്, ദിസ് ആർ ദ എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ദ കളക്ഷൻ ഓഫ് സ്കോച്ച് ആൻഡ് ഐറിഷ് ചെക്സ്. ദിസ് ഐറ്റം ഓഫൻ ഇൻക്ലൂഡ് ചാർജസ് ഫോർ ചെക്ക് ബുക്കിന് ചാർജ് ചെയ്യാം. ഫോർ കീപ്പിംഗ് കറണ്ട് അക്കൗണ്ട് നമുക്ക് ബാങ്ക് ചാർജ് ചെയ്യും. ഫോർ ഡിസ്കൗണ്ട് ഇൻ ബിൽസ് ബാങ്ക് ചാർജ് ചെയ്യും. സോ എക്സ്പെൻസസ് ആർ ലോസസ് ആൻഡ് ആർ ദെയർഫോർ ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. ആ ഒരു എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് അത് ചാർജ് ചെയ്യും. ഇതൊന്നും നമുക്കിങ്ങനെ ഇത് എക്സ്പെൻസസ് വരുമ്പോഴെല്ലാം ഡെബിറ്റ് ചെയ്യുക, ഇൻകംസ് വരുമ്പോഴെല്ലാം ക്രെഡിറ്റ് ചെയ്യുക. ഇതാണ് റൂള് എന്ന് പറയുന്നത് കേട്ടോ. ലീഗൽ ആൻഡ് അക്കൗണ്ടൻസി ചാർജ്. അപ്പോൾ ഇതെന്താ ചെയ്യുക, ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും, ചാർജസ് ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. റൈറ്റ്. ലീഗൽ എക്സ്പെൻസ് കംപ്രൈസ് solicitors fees, law charges, expense in connection with the recovery of debts, lawsuits. Accountancy charge consists of the fees, expense in connection with the investigation of audit of the accounts and books. So this expense are debited to profit and loss account. Printing and stationery expenditure under